ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മിൻ യൂട്യൂബ്. അപ്പോൾ വീഡിയോ ആയിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഇവിടുത്തെ ഞാനിടുന്ന മറ്റു വീഡിയോസിൻ്റെ കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ 300 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് അടുത്ത ഒരു ചെറിയ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരുടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തൊക്കെ നമുക്ക് നേരെ ഇന്നത്തെ വീട്ടിലോട്ട് പോയാലോ ഗായ്സ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണ്. ദേ ബീച്ചിൻ്റെ അടുത്തായിട്ടുള്ള റോഡ് മൊത്തം അങ്ങനെ മുമ്പിലും ബേക്കിലൊക്കെ നല്ല വെടിക്കെട്ടുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് അടിച്ചു പൊളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ അത്രക്ക് ആൾക്കാർ ഗൈസ്, റോഡ് മുതൽ ആൾക്കാർ, റോഡ് സൈഡിൽ ആൾക്കാർ, പിന്നെ പീടിയയിൽ ആൾക്കാർ, ബീച്ചിലാണെങ്കിൽ ആടെ ആൾക്കാർ, അങ്ങനെ ഇവിടുത്തെ പലൂത ഞാൻ ഇപ്പോഴാണ് ഗൈസ് കാണുന്നത്. ഇവിടുത്തെ കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഞാൻ സ്പോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, നമുക്ക് വ്ളോഗിനായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്, കുറേ ആൾക്കാർ പോകുന്നതുകൊണ്ട് നമ്മളും ഇങ്ങനെ പോവാണ്. അങ്ങ് അറ്റത്തൊക്കെ എന്താണ് പഴക്കമൊക്കെ പൊട്ടിച്ച് ഫുൾ വൈബായുണ്ട് ഗൈസ്. ഇവിടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ക്രൗഡ് കൂടി ഗൈസ്. ദേ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ദേ ബീച്ചിലൊക്കെ ഫുൾ ആളാണ് ഗൈസ്. ഇവിടുത്തെ ഒന്നും ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആൾക്കാരൊന്നും അങ്ങനെ കാണാത്തത്. പിന്നെ ഗൈസ് ദേ ഇവിടെ തീയൊക്കെ കത്തിച്ചൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അതേ കൊമ്പൊക്കെ ഉള്ള വെക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടത്തെ ഒരു സൗണ്ട് ഉണ്ട്, നിങ്ങൾ കേട്ടത് ഗൈസ്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാളൊക്കെ അങ്ങനെ സെറ്റാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഇവിടെ മീനൊക്കെ വിറ്റിക്കുക ഒരാൾ ഗൈസ്, ഫൈറ്റർ ഗൈസ്, വെറൈറ്റി സാധനം ഗൈസ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സൗണ്ട് കേട്ടില്ല, അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 2-3 ആൾക്കാർ PP ഒക്കെ വിറ്റിട്ടുണ്ട്, അതും നല്ല സൗണ്ട് ഉള്ള. അപ്പോൾ 2-3 ചെറുപ്പക്കാരും കുറേ ആൾക്കാരായി PP ഒക്കെ വാങ്ങിയിട്ട് ഒടുക്കത്തെ ഊത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് എന്താ പറയുക, നിങ്ങൾ കാണുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ട് വിഷിംഗ് പോലത്തെ സാധനമൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് പറത്തുന്ന നമ്മളെ റെമോലൊക്കെ അല്ലേ, ആ സംഭവമാണ് ഗൈസ്. പിന്നെ ഇവിടെയും ബീച്ചിൻ്റെ അകത്തും കുറച്ച് കാര്യപ്പെട്ട വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇനിയും കുറേ മുമ്പോട്ടേക്കും ഫുള്ള് ആൾക്കാർ തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നു. അങ്ങനെ ഇവിടെ മനോരമ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെ ദേ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നിലെത്തിയപ്പോൾ നമുക്ക് കുറച്ചു നേരം ഇരിക്കാം എന്നൊരു ആലോചനയാണ് പിന്നീട് വന്നത് ഗൈസ്. അപ്പം നമ്മൾ എന്താക്കി, നേരെ സൈഡിലങ്ങിരുന്നു. എന്നിട്ട് കുറച്ചുകൂടി ആൾക്കാർ നടക്കുന്ന 2-3 ഷോട്ടുകളും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മമ്മിക്കൂളും പിന്നെ ദേ ഇപ്പുറത്ത് നമ്മുടെ അനിയൻ കുട്ടനും ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അത് ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ ലൈറ്റ് ഇല്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ചന്ദ്രനാണ്, അതിൻ്റെ അപ്പുറത്തുള്ള ലൈറ്റാണ്. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ 2026 എഴുതിയതാണ് അവിടെ. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു 2 പോപ്കോണൊക്കെ വാങ്ങി, ഇനി അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനം കണ്ടത്, ലക്നൗ കുൽഫി. നമ്മുടെ 24 hours കോഴിക്കോട് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു കുൽഫി ആയിരുന്നു അത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ ഇവിടെ പരിപാടി നടത്തുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിലാണ് ആദ്യം കയറിയത്, ഒരു ലൈം കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ലൈം ഓർഡർ ചെയ്തപ്പോഴാണ് ഗൈസ് ഒരു കാര്യം അവർ പറഞ്ഞത്, കുറേ നേരം കാത്തുന്നതിന് ശേഷം അവർ പറഞ്ഞു ഇവിടുത്തെ ലൈം അടിക്കുന്ന ആളില്ല, ലൈമിന് നാരങ്ങ ഇല്ല എന്നൊക്കെ. അങ്ങനെ നമ്മൾ നൈസായിട്ട് എന്താക്കി അവിടുന്ന് കഴിഞ്ഞിട്ട് അടുത്തൊരു ഷോപ്പ് ലക്ഷ്യമാക്കി പോയിട്ട് ഈ ഒരു ഷോപ്പ് കയറി. അപ്പോൾ ഇവിടെ 149 മന്തിയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പം ഗൈസ് ഷോപ്പ് എന്ന് വെച്ചാൽ കാര്യപ്പെട്ടൊരു അതോ ലോകം പോലെയാണ് ഉള്ളിലൊരു സെറ്റാക്കി. അത്രക്ക് വൈബിലാണ് ഗൈസ്, കാണാൻ രസമൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയപ്പോഴാണ് അവിടെ ഭയങ്കര പുകമയവും ഇരിക്കാനും നിൽക്കാനും ശ്വാസം എടുക്കാനും പോലും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മൾ നൈസായിട്ട് എന്തൊക്കെ അവിടെ നിൽക്കുകയാണ്. അവിടുത്തെ ഫുഡ് എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഗൈസ് ഇത്. അതേപോലെ തന്നെ അവിടെ ഒരു പുൽക്കൂട് ഒരു സെറ്റാക്കിയിട്ടുണ്ട്, അതും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവിടെയും ചെക്കന്മാരൊക്കെ DJ പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതും സ്പീക്കറിൽ പാട്ടിട്ട്. ചായ കാച്ചി ഫുഡ് കോർട്ട് പുറക്കാട്ടിരിയാണ് ഗൈസ് നമ്മൾ ഫൈനലി എത്തിയത്. അതിൻ്റെ മുമ്പ് നമ്മൾ കുറേ ഷോപ്പ് നോക്കി, അവിടെയൊക്കെ ഫുൾ ആളായത് കൊണ്ട് നമ്മൾ ഫൈനലി ഇവിടെ സെലക്ട് ചെയ്തു. കാരണം ഇതിന് ശേഷം ഷോപ്പില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനും കൂടി ആയിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ സാധനം ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് കുറേ നേരം വെയിറ്റ് ചെയ്തു, ഓർഡർ ചെയ്തിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം പ്ലേറ്റ് വന്നു, ഗ്ലാസ് വെള്ളമൊക്കെ വന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് 5 ഫ്രൈഡ് റൈസ് ആണ്. അങ്ങനെ നമ്മൾ എന്താക്കി നൈസായിട്ട് വെള്ളമൊക്കെ കുടിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ 5 ഫ്രൈഡ് റൈസ് വന്നു ഗൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെ നമ്മൾ എന്താക്കി അവിടെ ഒരു സോസൊക്കെ ഉണ്ടായിരുന്നു, അതും കൂട്ടി. പിന്നെ ഞാനൊരു മൈനസ് ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്ന മൈനസ് കണ്ട നിങ്ങൾ തന്നെ കരഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ചോറൊക്കെ തന്നു. നൈസായിട്ട് എന്താക്കി നമ്മുടെ മൈനസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഗൈസ്, ദേ ഈ ഒരു മൈനസ് ആണ് അവർ തന്നത്, അതും ഒരു ചെറിയൊരു ബൗളിൽ രേഷാണ് 5 ആക്കുള്ള മൈനസ് തന്നത്. അങ്ങനെ നമ്മൾ 4 ലൈമും ഒരു ചായയൊക്കെ വാങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന പരിപാടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് 5 പേർക്കും തീരെ ഇഷ്ടമായിട്ടില്ല ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫുഡിൻ്റെ റിവ്യൂ
എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് നൈസായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അതേ അവിടുത്തെ ഷവായി കറങ്ങുന്നു. അതിനുശേഷം നമ്മൾ എന്താക്കി ഒരു ക്വാർട്ടർ ഷവായും കുബൂസും ഒക്കെ പാർസൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൈനസും നമ്മളെന്താക്കി അവിടെ നിന്ന് ബില്ല് ചെയ്യുന്നൊരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് വീട്ടിലെത്തിയപ്പം ക്വാർട്ടർ ഷവായും കുബൂസും മൈനസും പിന്നെ വാപ്പ കൊണ്ടുവന്ന പൊറോട്ട അതിൻ്റെ കൂടെ ഒരു അടിപൊളി ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കഴിക്കുകയാണ്. ഇനി വാപ്പ കൊണ്ടുവന്നതിലാണെങ്കിൽ കുറേ കക്കിരിയും കുറേ ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ എന്ന് പറഞ്ഞാൽ അത്രക്കും അൺലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ കുബൂസും അതൊക്കെ കഴിച്ചു, മൈനസും കൂട്ടി. പിന്നെ അതെ കഴിഞ്ഞ കൊല്ലത്തെ ചോറ് കഴിക്കുകയാണ് ഗൈസ്, മൈനസും കൂട്ടി. കഴിഞ്ഞ കൊല്ലം എന്ന് പറയുകയാണെങ്കിൽ ഡിസംബർ 31, 2025 ചോറാണ്. നമ്മൾ ജനുവരി 1-ാം തീയതി 4 മണിക്ക് ഇതേ വീട്ടിൽ നിന്ന് കഴിക്കുന്നു. അതിൻ്റെ കൂടെ വാപ്പ കൊണ്ടുവന്നൊരു അടിപൊളി ബീഫ് കറിയും എൻ്റെ കൂടെ പൊറോട്ടയും ഗൈസ്. അങ്ങനെ ഫുഡ് വയററച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി ഗൈസ്. അപ്പൊ ഗൈസ് ഫൈനലി ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓഫ് ശരിയാപ്പിള്ളേരും മറക്കണ്ട. മറ്റൊരു കിടക്കാച്ചി വ്ളോഗായിട്ട് വീണ്ടും എന്നവരിലേക്കും സൈനിങ് ഔട്ട് നിങ്ങളുടെ സ്വന്തം മിനുഹു ടു ഗൈസ്.